50 ലക്ഷം രൂപ അദ്ദേഹം മന്ത്രിയായിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫണ്ട് വിശിഷ്ട അതിയായി നമ്മളുടെ ഒപ്പം ചേർന്നിട്ടുള്ള ഇവിടെ രണ്ട് കാര്യം എനിക്ക് ആദ്യം പറയാനുള്ളത്. അതിലൊന്ന് ബൊക്കെ തന്നതിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ 2-3 കൊല്ലമായി സംസ്ഥാനത്ത് മുഴുവൻ വലിയ പ്രചരണം, വലിയ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം എന്ന് പറഞ്ഞിട്ട് അതിലേറ്റവും പ്രധാനം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്ന് തന്ന ബൊക്കെ നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതാണ്. നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞതാണ്. നിരോധിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചതിന് 10,000 രൂപ പിഴയിടാം. ഈ നിരോധനം നടപ്പാക്കേണ്ട വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അതിന്റെ മന്ത്രിക്കാണ് ഈ ബൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനർത്ഥം എന്താ വെച്ചാൽ സർക്കാർ പറയുന്ന കാര്യങ്ങളെന്നും ചില ആളുകളുടെ തലയിലെത്തുന്നില്ലെന്നല്ലേ. ഈ ഉത്തരവുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. തദ്ദേശ വകുപ്പിൽ ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട്. വകുപ്പിന്റെ പരിപാടികളിൽ അതിഥികൾക്ക് ഒന്നുകിൽ പുസ്തകം കൊടുക്കാം, അതല്ലെങ്കിൽ ബഡ് സ്കൂളിലെ കുട്ടികളുടെ അവിടെ സദസ്സിലിരുന്ന് പലരും പറയുന്നുണ്ട്, കാരണം അവർക്കറിയാം ഈ ഉത്തരവ്. ബഡ് സ്കൂളിലെ കുട്ടികളുടെ ഉൽപ്പന്നം കൊടുക്കാം. ബഡ് സ്കൂളിലെ കുട്ടികളുടെ ഉൽപ്പന്നം കൊടുത്താൽ അവർക്കൊരു വരുമാനമായി. ഇതിനെന്താ വില ഇത്രയും വലിയ ബൊക്കയ്ക്ക്? എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം എന്തുകൊണ്ടുണ്ടോ? കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കി എന്നല്ലാതെ. എന്തുകൊണ്ടാണ് ഇത് നിരോധിച്ച പ്ലാസ്റ്റിക് ആവുന്നത്? ഇത് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് റീസൈക്കിൾ ചെയ്യാനോ റീയൂസ് ചെയ്യാനോ പറ്റില്ല. മണ്ണിൽ ലയിക്കില്ല. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. സെക്രട്ടറിയുടെയും കൂടി ഉത്തരവാദിത്തമായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയാതിരുന്നാൽ അതുകൊണ്ടാണ് ഞാനത് വാങ്ങാതിരുന്നത്. ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുകയും മന്ത്രിക്ക് എന്തൊരു ധിക്കാരാണ്. അതുകൊണ്ടല്ല, ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഞാനുകൂടി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. ഇനി എല്ലാവരുടെയും ശ്രദ്ധയിൽ അതുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നല്ല ഗംഭീരമായ ഓഫീസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.